അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു ത്വാരിഖ് 1, 2, 3 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്വാരിഖ്, ആകാശം സാക്ഷി, രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നതും സാക്ഷി. വമാ അദ്റാക മത്വാരിഖ്, രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്താണെന്ന് താങ്കൾക്കറിയാമോ? അന്നജ്മു സാഖിബ്, തുളച്ചു കയറുന്ന നക്ഷത്രമാണത്. വസ്സമായി, ആകാശമാണ് സത്യം. വത്വാരിഖ്, രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് സത്യം. വമാ അദ്റാക, താങ്കൾക്ക് എന്തറിയാം? മത്വാരിഖ്, എന്താണ് ത്വാരിഖ് എന്ന്, രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന്. അന്നജ്മു, നക്ഷത്രമാണത്. അസാഖിബ്, തുളച്ചു കയറുന്ന. ആകാശം, ആകാശവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, അതിൻ്റെ ഉദയാസ്തമയങ്ങൾ, ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ പലതവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആകാശത്തെയും രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന തുളച്ചു കയറുന്ന നക്ഷത്രത്തെയും സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ആകാശത്തിൽ സത്യം ചെയ്ത് പറഞ്ഞ ശേഷം വത്വാരിഖ്, ത്വാരിഖിലാണ് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് എന്ന് അള്ളാഹു തന്നെ ചോദിച്ച് ഉത്തരവ് നൽകിയിരിക്കുന്നു. വമാ അദ്റാക മത്വാരിഖ് അന്നജ്മു സാഖിബ്, ശക്തിയേറിയ പ്രകാശരശ്മിയുമായി ഇരുട്ടിലൂടെ തുളച്ചു കയറുന്ന നക്ഷത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും, അതല്ല ചെകുത്താന്മാരെ തുരത്തുന്ന കൊള്ളിമീനുകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുമെല്ലാം അഭിപ്രായമുണ്ട്. നജ്ം എന്ന പ്രയോഗം ഒരൊറ്റ നക്ഷത്രത്തെക്കുറിച്ച് ആകണമെന്നില്ല. മൊത്തത്തിൽ നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ള പ്രയോഗമായിരിക്കാം. മനുഷ്യൻ കണ്ടതും പേര് വിളിച്ചതും അറിഞ്ഞതും തീരെ കാണാത്തതും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഇതുവരെ പെട്ടിട്ടില്ലാത്തതുമായ എല്ലാ നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമായിരിക്കാം. ഈ വലിയ ബൃഹത്തായ ആകാശവും അതിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുമെല്ലാം അവയെ സൃഷ്ടിച്ച, നിർമ്മിച്ച, അവയെ അവയുടെ ഭ്രമണപഥത്തിൽ കൊണ്ടു നടത്തുന്ന, പരസ്പരം കൂട്ടിമുട്ടാതെ താഴെ വീഴാതെ നിലനിർത്തുന്ന ഒരു സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, വിളിച്ചോതുന്നുണ്ട്. വമാ അദ്റാക മത്വാരിഖ്, ത്വാരിഖ് എന്താണെന്ന് അറിയാമോ എന്ന ചോദ്യം എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മഹത്വമേറിയ അത്ഭുതകരമായ ഒന്നാണ് നക്ഷത്രങ്ങളും അവ നിലനിൽക്കുന്ന ആകാശവുമൊക്കെ. അവയിലൂടെ അള്ളാഹുവെ കണ്ടെത്താൻ, അവയിലൂടെ അള്ളാഹുവെ അറിയാൻ ഒരു ബുദ്ധിമാന് കഴിയണം. ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. തോ, തോ, ഖാഫ്, ഖാഫ്, ഫ, ഫ. അസ്സമായി, ഒരൊറ്റ വാക്കിൽ മദ്ദിൻ്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു. 4 അനക്കം വരെ നിർബന്ധമായും നീട്ടുക. മദ് വാജിബ് മുത്തസിൽ. വമാ അദ്റാക, മാ എന്ന വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ അലിഫ് വന്നിരിക്കുന്നു. തൊട്ടടുത്ത വാക്കായ അദ്റാക്കയുടെ തുടക്കത്തിൽ ഹംസും വന്നിരിക്കുന്നു. ഇങ്ങനെ 2 വ്യത്യസ്ത വാക്കുകളിലായി വന്നാൽ അവിടെ 4 അനക്കം വരെ വേണമെങ്കിൽ നീട്ടാം, നിർബന്ധമില്ല. മദ് ജായിസ് മുൻഫസിൽ. അന്നജും, നൂൻ ഇരട്ടിച്ച് വന്നിരിക്കുന്നു. മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്വാരിഖ്, വസ്സമാഇ വത്വാരിഖ്. വമാ അദ്റാക മത്വാരിഖ്, വമാ അദ്റാക മത്വാരിഖ്. النجم الثاقب, النجم الثاقب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.